അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാകുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാകുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹോന്നതനായ ദൈവത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തന്റെ ജ്ഞാനത്താൽ ആകാശം സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജലത്തിന് മുകളിലായി ഭൂമിയെ ഉറപ്പിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പ്രകാശഗോളങ്ങൾ സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കാൻ സൂര്യനെ സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രതാരങ്ങളെ സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ കടിഞ്ഞൂൽ പുത്രരെ സംഹരിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കരുത്തുറ്റ കരത്താലും ഉയർന്ന ഭുജത്താലും അവരെ വീണ്ടെടുത്തവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കടലിനെ വിഭജിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അതിന്റെ നടുവിലൂടെ അവരെ നയിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും സൈന്യത്തെയും കടലിൽ താഴ്ത്തിയവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തന്റെ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്.
പ്രബലരായ രാജാക്കന്മാരെ തോൽപ്പിച്ചവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ശക്തരായ രാജാക്കന്മാരെ നിഹരിച്ചവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ആമോര രാജാവായ സിഹോനെ സംഹരിച്ചവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബാഷാൻ രാജാവായ ഓഗിനെ വധിച്ചവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവരുടെ ദേശം അവകാശമായി ജനത്തിനേകിയവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തന്റെ ദാസനായ ഇസ്രായേലിന് അവകാശമേകിയവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമ്മുടെ താഴ്മയിൽ നമ്മെ ഓർത്തവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. വൈരികളിൽ നിന്ന് നമ്മെ രക്ഷിച്ചവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സർവജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് സിഹിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ അടിമപ്പെടുത്തിയവർ സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ നിർബന്ധിച്ചു. സിഹിയോനിലെ ചില ഗീതങ്ങൾ പാടാൻ അവർ ഞങ്ങളോട് പറഞ്ഞു. അന്യദേശത്ത് വെച്ച് കർത്താവിന്റെ ഗീതങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ എങ്ങനെ ആലപിക്കും? ഓരസ്ലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലത്തുകൈ എന്നെയും മറക്കട്ടെ. ഞാൻ നിന്നെ സ്മരിക്കാതിരുന്നാൽ എന്റെ നാവ് തൊണ്ടയോട് ഒട്ടിച്ചേരട്ടെ. ഓരസ്ലേമിലെ ഞാൻ എന്റെ പ്രധാന സന്തോഷ വിഷയമാക്കും. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. രാജാക്കന്മാരുടെ സന്നിധിയിൽ അങ്ങേ പാടിപ്പുകഴ്ത്തുന്നു. വിശുദ്ധാലയത്തിൽ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കൃപയെയും സത്യത്തെയും പ്രതി തിരുനാമം പ്രകീർത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ വചനം മറ്റെല്ലാ നാമത്തെയും കാളങ്ങ് മഹത്വപ്പെടുത്തി. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് എനിക്ക് ഉത്തരമരുളി എന്റെ ശക്തി വർദ്ധിപ്പിച്ചു. കർത്താവേ, ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം അങ്ങേ സ്തുതിക്കട്ടെ, അങ്ങയുടെ വചനം ശ്രവിക്കട്ടെ. കർത്താവിന്റെ വഴികൾ അവർ പുകഴ്ത്തട്ടെ, അവിടുത്തെ മഹത്വം ഉന്നതമാണല്ലോ. കർത്താവ് മഹോന്നതനെങ്കിലും എളിയവരെ തൃക്കന്മാർക്കുന്നു, അകലെ നിന്ന് അഹങ്കാരിയെ അറിയുന്നു. കഷ്ടതകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ ജീവനെ പാലിക്കണമേ. ശത്രുക്കളുടെ ക്രോധത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ വലത്തുകരം എന്റെ മേൽ നിഴലിപ്പിക്കണമേ. അങ്ങയുടെ കാരുണ്യം എന്നേക്കുമാണ്, അങ്ങയുടെ കരവേല ഉപേക്ഷിക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നമ്മുടെ പാപം നമ്മൾക്കെതിരായി ഉയരുന്നു. നീതി വരുന്നു വാൾമുന പോലെ തിന്മയറിഞ്ഞു കളഞ്ഞിടാൻ. ഭീതിതമാമൃതി അതുപോലെ വേദനയേറ്റും വൃത്താന്തം ഭയമിഹ നമ്മിലുണർത്തുന്നു. താപമിയറ്റാൻ രക്ഷിക്കാൻ ശാന്തിയും അന്തിമ ദിവസത്തിൽ ദയയും കണ്ടെത്തിയിടാനായി പൊറുതീരന്നിടാൻ. ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. എന്നുടെ ജീവിത യവനിക താഴും നേരത്തണയും
മിശിഹാനാഥൻ വിധിയാളൻ. ഭൗതികമാകും സമ്പത്തൊന്നും തുണയേകിടാൻ എന്നരികിൽ വന്നെത്തില്ല. ധനവാനിയലും സമ്പത്തവനെ താങ്ങാനായി വന്നണയില്ല. സത്കർമ്മങ്ങൾ ചെയ്യായിൽ ധനവാനൊപ്പം നിർധനനും തുണയൊരു നാളും കിട്ടില്ല. ദൈവപ്രീതി ലഭിക്കില്ല. ദുഷ്ചെയ്തികളാൽ പൂരിതനാം ഞാനിഹ കേണു വിളിക്കുന്നു പാപപ്പൊറുതിക്കായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവസമക്ഷം പ്രാർത്ഥിച്ചിടാൻ അനുതാപത്തിൻ ചൈതന്യം കൈക്കൊള്ളേണം. നാഥ നിന്നുടെ പാവനനാമം നിന്ദിച്ചിടാൻ നാവിനു മൂർച്ച വരുത്തി ഞാൻ. തിരുസന്നിധിയിൽ അധരമനക്കാൻ അതിനാൽ ഞാൻ ഇന്നപ്രാപ്തൻ. ജീവിപ്പവനാം ദൈവത്തിൻ കയ്യിൽ വീഴുക ഭീതികരം. നീതി എഴുന്നോർ വിധിയാള നിന്നുടെ വലുതാം ദയയാലേ. പാപപ്പൊറുതിയും ആശിസ്സും കരുണയും അൻപോടെ ഗണമേ ദയതൻ വാരിധിയേ. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ. പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്തന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്ലീഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ. അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ. സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ശക്തമായ അഭയസ്ഥാനമാകുന്നു. ക്ലേശകാലത്ത് ഞങ്ങളുടെ സഹായകനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ശക്തമായ അഭയസ്ഥാനമാകുന്നു. ക്ലേശകാലത്ത് ഞങ്ങളുടെ സഹായകനാകുന്നു. അങ്ങ് എപ്പോഴും ഞങ്ങളോടൊത്തുണ്ട്. ഭൂമി കുലുങ്ങിയാലും
ആഴിയുടെ അടിത്തട്ടിൽ മലകൾ ഇളകിയാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. സമുദ്രജലമിളകി മറിഞ്ഞാലും അതിന്റെ ശക്തിയാൽ മലകൾ കുലുങ്ങിയാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. നീർച്ചാലുകൾ ദൈവനഗരത്തിന് ആനന്ദം പകരുന്നു. അത്യുന്നതന്റെ വാസസ്ഥലം പരിശുദ്ധമാകുന്നു. ദൈവം അതിനുള്ളിലുണ്ട്, അത് ഇളകുകയില്ല. പ്രഭാതവേളയിൽ ദൈവം അതിനെ സഹായിക്കും. ജനതകൾ പരിഭ്രമിക്കുന്നു, രാജ്യങ്ങൾ ഇളകുന്നു. അവിടുന്ന് ശബ്ദമുയർത്തുന്നു, ഭൂതലം വിറകൊള്ളുന്നു. ശക്തനായ കർത്താവ് നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായകനും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകവും അതിനുടെ അഴകും പൊലിയും നിത്യനാദ്യൻ ദൈവം മാത്രം. നാഥൻ നൃപനായി വാണരുളിയിടും രാജ്യമതെന്നും മഹനീയം താൻ. ദൈവിക ഭരണം നിലനിന്നിടും ദേശം ധന്യം മഹിമാപൂർണം. കർത്താവിൻ തിരുകൽപ്പനയഖിലം പാലിപ്പവരോ ഭാഗ്യമിയെന്നോ. തിന്മകളേതും ചെയ്യാതുലകിൽ നന്മയിൽ മേവും മർത്യനു ഭാഗ്യം. ദൈവിക മാർഗം പിന്തുടരുന്നു ഭൂസ്വർഗങ്ങളിൽ ഒരുപോൽ ധന്യ. താതനും അതുപോൽ സുതനും പാവന റൂഹായ്ക്കും സ്തുതിയെന്നും ആമേൻ. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. ലവോദിക്യായിലെ സഭയുടെ ദൂതന് എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭവുമായിരുന്ന ആമേൻ അരുളി ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്നു നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനും ആണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നിൽ നിന്ന് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നിൽ നിന്ന് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നിൽ നിന്ന് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്ത് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മാമോദീസായിൽ ഞങ്ങൾ നിനക്ക് ചെയ്ത വാഗ്ദാനം അനുസ്മരിക്കുന്നതിനും പ്രായശ്ചിത്ത പ്രവർത്തികൾ അനുഷ്ഠിക്കുന്നതിനും ഞങ്ങൾക്ക് ശക്തിയും പ്രചോദനവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഉത്സാഹത്തോടെ ദൈവവചനം ശ്രവിക്കാനും പ്രാർത്ഥിക്കാനും അങ്ങനെ പെസഹ രഹസ്യങ്ങളിൽ സജീവമായി പങ്കെടുക്കാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവത്തിനെതിരെയാണ് പാപമെന്ന ഈ യാഥാർത്ഥ്യബോധം ലഭിക്കുവാനും പാപത്തിന്റെ സാമൂഹികമായ ദുരന്തഫലങ്ങൾ ഗ്രഹിക്കാനും പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശക്തി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ പീഡാനുഭവത്തെയും മരണത്തെയും പറ്റി ധ്യാനിക്കാനും ആന്തരികവും വ്യക്തിപരവുമായ പരിഹാര കൃത്യങ്ങളോട് ബാഹ്യവും സാമൂഹികവുമായ സേവനങ്ങൾ ചേർത്ത് ധന്യമാക്കാനും നിന്റെ ചൈതന്യം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
മിശിഹായുടെ സഭ മുഴുവന്റെയും തല മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അനുഗ്രഹസമ്പന്നനും കരുണാവാരിധിയുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.